ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ച് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം റിനുമോളെ ഇപ്രാവശ്യം എഴുത്തിനിരുത്തിയിരുന്നു. ആ ഒരു വീഡിയോ ആണ് കേട്ടത്. എഴുത്തിനിരുത്തിയത് മലപ്പുറം തിരൂരത്തെ തുഞ്ചൻപറമ്പ് എന്നാണ് കേട്ടോ. തുഞ്ചൻപറമ്പ് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലം തന്നെയായിരിക്കും. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കാണുന്നതിലൂടെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ പുലർച്ചെ 5 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ നടക്കാൻ, നേരത്തെ എണീറ്റ് മക്കൾക്കുള്ള പഴമൊക്കെ പുഴുങ്ങി വെള്ളവും കാര്യങ്ങളും എക്സ്ട്രാ അവർക്കുള്ള ഡ്രസ്സും ഒക്കെ എടുത്തു വെച്ച് അപ്പോഴേക്ക് സമയം കണക്കായിട്ടുണ്ടായിരുന്നേ. ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മയും പൊന്നും മിന്നൂട്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം തന്നെ അവിടെ ഇരുന്നു. പിന്നെ പൊന്നു പോയി അവർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നേ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ തുഞ്ചൻപറമ്പിൽ പോകണം എന്നുള്ളത്. റിത്തൂസിനെ എഴുത്തിനിരുത്താൻ വേണ്ടി അവിടെ പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അന്ന് കൊറോണ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് ഫുള്ള് ബുക്കിംഗ് ആയി. അന്ന് ബുക്കിംഗ് ആയിരുന്നു. പിന്നെ അവർ പറഞ്ഞ് വേറൊരു ദിവസം വന്നിട്ട് എഴുത്തിനിരുത്താന്ന്. പക്ഷെ ഞാൻ ദശമീൻ്റെ അന്നാവുമ്പോൾ ആ ഒരു ഐശ്വര്യം വേറെ തന്നെ അല്ലേ. അപ്പം വേറൊരു ദിവസം എഴുതാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ നിന്നാണ് അവനെ എഴുത്തിനിരുത്തിയത്. പിന്നെ റിനുമോളായപ്പോൾ പിന്നെ റിനുമോളെ എഴുത്തിനിരുത്താം. അതിൻ്റെ കൂടെ തന്നെ അവനെ അവിടുന്ന് ഒന്നുകൂടെ എഴുത്തിനിരുത്താമെന്ന് ഞാൻ വിചാരിച്ചേ. ഡ്രസ്സൊക്കെ ഞാൻ ബാഗിലിട്ട് കൊണ്ടുവന്നതാട്ടോ. റിത്തൂസിൻ്റെ മുണ്ടായാലും റിനുമോളുടെ പട്ടുപാവാടയൊക്കെ. കാരണം ഇനി അതും കൂടെ ഇട്ടിട്ട് അവർക്കൊരു ഇറിറ്റേഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ ട്രെയിനിൽ നിന്ന് മാറ്റിച്ചു കേട്ടോ. നമ്മൾ പറവക്കുന്ന് കയറിയ തിരൂർ ഇതാന്ന് പറയുമ്പോഴേക്ക് എത്തുട്ടോ. അപ്പം പിന്നെ ട്രെയിനിലിരുന്ന് തന്നെ വേഗം മാറ്റിച്ച്. അതിനിടയ്ക്ക് ഞാൻ കമ്മലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കമ്മലൊക്കെ ഞാൻ ട്രെയിനിനാട്ടോ ഇട്ടത്. ആ ഷോള് എൻ്റെ പോലത്തെ ഷോള് റിനുമോക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഇട്ടതേ ഇല്ല. പഠിച്ച പണി 18 ഞങ്ങളെല്ലാവരും നോക്കി, അവൾ ഇട്ടതേ ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചായിരുന്നു എനിക്കും അവക്കും ഷോള്, ധാവണീൻ്റെ ഷോൾ ഒരുപോലത്തത്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടാപ്പൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോകണം കേട്ടോ. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ഓട്ടോറിക്ഷ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ആ നടക്കുന്ന വഴി റോഡിൻ്റെ സൈഡിൽ തന്നെ മുല്ലപ്പൂ ഉണ്ട്. ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിയില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് മുല്ലപ്പൂ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നേ. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ മുടിയൊക്കെ സെറ്റാക്കി മുല്ലപ്പൂ ഒക്കെ വെച്ച് എത്ര കച്ചവടക്കാർ. എനിക്ക് ഇത് കണ്ടപ്പോൾ എന്താ പറയുക ഓർമ്മ വന്നത്, ഞങ്ങളെ കടലുണ്ടി വാവുത്സവം, അതിൻ്റെ ഒരു പ്രതീതി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വരി റോഡിൻ്റെ മേലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ പിന്നെ വരിയൊക്കെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ. അങ്ങനെ വരി അധിക നേരമൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. വരി നിൽക്കുന്നതോട് അനുസരിച്ച് തന്നെ വരി പെട്ടെന്ന് നീങ്ങി പോകുന്നുണ്ട്. റിനുമോളെ ഞാൻ മാക്സിമം ഉറക്കാതെ നോക്കി. കാരണം നേരത്തൊക്കെ എണീറ്റതല്ലേ. പിന്നെ ട്രെയിനിൽ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവൾ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവൾക്ക് നടക്കണം. പിന്നെ കുറച്ച് ആ വരിയിലിങ്ങനെ നടന്ന് കളിച്ച് പിന്നെ വേഗം തന്നെ വരി അങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. ഈ വരി കഴിയാറാവുമ്പോഴാണ് ബുക്കിംഗ് ഉള്ളത്. അവിടുന്ന് 2 പേരുടെയും പേരിൽ ബുക്കൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. സരസ്വതി മണ്ഡപത്തിൽ ഇരുന്നിട്ടാട്ടോ എഴുതുന്നത്. റിനുമോള് നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിത്തൂസ് ആണെങ്കിൽ അവനെ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുമ്പോൾ നാവ് വരെ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ നല്ലപോലെയൊക്കെ കാണിച്ചു കൊടുത്തു. റിനുമോൾ എന്തായാലും നല്ല കുട്ടിയായിട്ട് ഇരുന്നുണ്ട്. രാമനുണ്ണി സാറായിരുന്നു കേട്ടോ അവർക്ക് എഴുതിയിരുന്നത്. അപ്പം സാറിൻ്റെ കാലൊക്കെ തൊട്ട് വന്ദിച്ച് അവരെ കൊണ്ട് അവരെ അനുഗ്രഹമൊക്കെ വാങ്ങിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് കാഞ്ഞിരത്തിൻ്റെ ചോട്ടിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ധ്യാനം കൊണ്ട് ഈ കാഞ്ഞിരത്തിൻ്റെ ഇലയ്ക്ക് കയ്പുണ്ടാവില്ല എന്നാ പറയുക. അദ്ദേഹത്തിൻ്റെ ധ്യാന ശക്തിനെ കൊണ്ട് അങ്ങനെയാട്ടോ ഐതിഹ്യം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ചോട്ടിൽ നിന്ന് എല്ലാവരും പ്രായഭേദമന്യേ എഴുതും കേട്ടോ. അപ്പോൾ അവിടുന്ന് എഴുതിച്ച് പിന്നെ ഞങ്ങൾ അവിടുത്തെ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോന്നു കേട്ടോ.
നമ്മൾ തത്തയുടെ പ്രതിമേന്റെ മുന്നിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എഴുത്തച്ഛന് കവിത പറഞ്ഞു കൊടുത്ത തത്തയുടേതാണ് കേട്ടോ ഈ പ്രതിമ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനായിട്ടോ. അപ്പൊ അവിടെ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം പാലൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചായയൊക്കെ ഉണ്ട്. അതിന് അവിടുന്ന് പൊറോട്ടയും കടലക്കറിയും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ച്. പിന്നെ ഋത്തൂസിന് വീണ്ടും മുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും മുണ്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. അമ്മ ഒന്ന് റിനിമോളെ എടുത്ത് ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അവള് സമ്മതിക്കുന്നേ ഇല്ല. അവൾക്ക് വാശി. പൊന്നൂൻ്റെ ഈ ബാഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തോളിലിട്ടുകൊണ്ട് നടക്കണം. അങ്ങനെ അമ്മ സോപ്പിടാൻ വേണ്ടി വേഗം പോയി ബുക്കൊക്കെ വാങ്ങി കൊടുത്തതാണ്. അതിൻ്റെ ശേഷം 1-2 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഇങ്ങനെ നടന്ന്. പിന്നെ പൊന്നു ശരിക്കും നാഗവല്ലിൻ്റെ ഒരു ടൈപ്പായിരുന്നു. കാരണം അവിടെ കണ്ട സാധനം മൊത്തം ഇതെടുക്കണോ അതെടുക്കണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കിയിരുന്നേ. പിന്നെ എന്തായാലും ഒരു ദിവ്യ സ്ഥലത്ത് പോയതല്ലേ, അപ്പൊ അവിടുത്തെ പൊരി നുറുക്കും അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണമല്ലോ. അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു സംഭവം നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ തൊട്ടാ ഇങ്ങനെ കിനി പറഞ്ഞുകൊണ്ടിരിക്കും. അത് പൊന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ കമ്മലും ഒരുപാടെണ്ണം വാങ്ങിച്ചേ ഞങ്ങള്. പിന്നെ ഇതിൽ ചന്ദനത്തിരി കുത്തി വെക്കുന്ന ഒരു സംഭവം അതിക്ക് പൊന്നു വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ നടക്കുക തന്നെ കേട്ടോ. ഭയങ്കര വെയിലാ. ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഒരു കോലം ബാഹുബലി 1 ദേവസേന ആയിരുന്നേ. അവിടുന്ന് ഇറങ്ങുമ്പോൾ ബാഹുബലി 2 ദേവസേനയായി. അത്രയും കോലം കെട്ടിട്ടുണ്ടായിരുന്നു. കരിവാളിച്ച് ഒരു മാതിരി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് റിനുമോക്ക് ഋത്തൂസിനും ടോയ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തിരൂർ അങ്ങാടി മൊത്തം കറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുമാതിരി കോലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിന് വന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറിയ അവസ്ഥ ഒന്നും പറയണ്ട. എൻ്റെ അമ്മ തെക്കും തിരക്കും ട്രെയിനിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കുറേ നേരം ഞാൻ കുട്ടീനെ അടുത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് എന്തോ ഒരു ദയ തോന്നിയിട്ട് എന്നോട് മോളേജ് ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചിലായതാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഫറോക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ ഓഫായും ചെയ്തു കേട്ടോ. അപ്പം ഇനി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നല്ല കമൻ്റ് ഒക്കെ പറയണേ. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.